പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അർബുദത്തിനോട് പൊരുതുന്ന ആയിരക്കണക്കിന് പേർക്ക് ആശ്വാസത്തണലാകുന്ന ഒരു ആശുപത്രി ഇന്നതേ ഉദ്ഘാടനം തുറന്നു കൊടുക്കപ്പെടുകയാണ്. 449 കോടി രൂപ ചെലവിൽ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കുന്ന ദിവസമാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 63 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് 9 നില കെട്ടിടം ഉയരുന്നത്. അർബുദ ചികിത്സാ രംഗത്ത് ലോകോത്തര സൗകര്യങ്ങളുമായാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ സജ്ജമാക്കിയിരിക്കുന്നത്. വൈകിട്ട് 3 മണിക്കാണ് ഉദ്ഘാടനം. നമുക്കറിയാവുന്ന പോലെ ഈ ക്യാൻസർ രോഗമൊക്കെ ആണെങ്കിൽ ആളുകളെ മനുഷ്യനെ ബാധിക്കുന്ന വലിയ അസുഖങ്ങളിലൊന്നാണ് ക്യാൻസർ രോഗമൊക്കെ. അപ്പം അങ്ങനെ പൊരുതുന്ന ആയിരക്കണക്കിന് പേർക്ക് തണലേകുന്ന ഒരു ആശുപത്രി കൂടിയാണ് ക്യാൻസർ സെന്റർ. അതും ലോകോത്തര മാതൃകയിലൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ഒന്നാണ്. നമ്മുടെ ജോയ്മോൻ തത്സമയം ചേർന്നുണ്ട്. ജോയ്മോനെ, സർക്കാരിനെ സംബന്ധിച്ചും ആരോഗ്യ വകുപ്പിനെയൊക്കെ സംബന്ധിച്ചും വലിയ നേട്ടം അഭിമാനവും ഒക്കെയും ഉള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ? എങ്ങനെയാണ് ക്രമീകരണങ്ങൾ, ആശുപത്രിക്കുള്ളിലെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ജോയ്മോൻ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു 500-ലധികം കിടക്കകളൊക്കെ ഉണ്ട്. ആദ്യഘട്ടത്തിൽ 100 എണ്ണം ക്രമീകരിക്കും. അതേപോലെ തന്നെ 10-15 ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉണ്ട് എന്നൊക്കെ അറിയുന്നു. അപ്പോൾ എന്താണ് ആശുപത്രിക്കുള്ളിലെ സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതായത് വൈകിട്ട് 3 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ ഉദ്ഘാടനം ചെയ്യുക. ഈ ഉദ്ഘാടനം ചെയ്യുന്നതിനോടുകൂടി തന്നെ മധ്യ കേരളത്തിൽ അർബുദ ചികിത്സയ്ക്കായിട്ടൊരു ഹബ്ബാക്കി കളമശ്ശേരിയെ മാറ്റുക എന്നൊരു ലക്ഷ്യമായിരുന്നു ഈ ആശുപത്രിയുടെ പിന്നിൽ, അല്ലെങ്കിൽ ഈ ഒരു റിസർച്ച് സെന്റർ നടപ്പിലാക്കുന്നതിന് പിന്നിൽ. അപ്പോൾ അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, ഇവിടെ ചെറിയ അലങ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രിക്കകത്തെ സൗകര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ തന്നെയാലും 12 അത്യാഡംബര, അതായത് ലോകോത്തര നിലവാരമുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ അത്യാഡംബര സൗകര്യങ്ങളുമാണ് ഇവിടെ എത്തുന്ന രോഗികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതായത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ക്യാമ്പസിനോട് ചേർന്നുള്ള 12.5 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് ഇത്തരത്തിൽ ഒരു ബഹുനില കെട്ടിടത്തിൽ ഈ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ തന്നെയായാലും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യയുടെയും അതുപോലെ തന്നെ ഭാവിയിലെ ഗവേഷണ സാധ്യതകളും കണക്കിലെടുത്തുകൊണ്ടുള്ള പദ്ധതികൾ അല്ലെങ്കിൽ സജ്ജീകരണങ്ങൾ സർവ്വസന്നാഹങ്ങളും ഈ റിസർച്ച് സെന്ററിൽ ഒരുക്കിയിട്ടുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ 12 ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ തന്നെ ആയാലും ഒരെണ്ണം ഭാവിയിലേക്ക് ഈ ഗവേഷണത്തിന് മാത്രമായി തന്നെയുള്ള സാധ്യതകൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആയാലും ഏറെ നമുക്കറിയാം, ഓരോ ദിവസം ചെല്ലുന്തോറും നിരവധി ക്യാൻസർ കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിൽ തന്നെയായാലും മധ്യ കേരളത്തിൽ ആ ഒരു ചികിത്സയ്ക്ക് മതിയായ സൗകര്യങ്ങളില്ല. അതിൽ തന്നെയായാലും പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൽ തന്നെയുള്ളൊരു കേന്ദ്രമെന്ന് പറയാനായിട്ട് RCC ആണ്. അപ്പോൾ അവിടുത്തെ ഒരു യാത്ര, അതായത് ഈ എറണാകുളമായാലും അല്ലെങ്കിൽ അടുത്തുള്ള തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്ന് ഈ ട്രിവാൻഡ്രത്തേക്കുള്ള ഈ യാത്രയ്ക്ക് ഒരു പരിഹാരം അല്ലെങ്കിൽ രോഗികൾക്ക് വലിയൊരു ആശ്വാസമാകും ഇതിപ്പോൾ ഇന്നിവിടെ ഈ സ്വപ്നം പൂവണിയുന്നതിലൂടെ. അപ്പോൾ പ്രധാനമായിട്ടും എല്ലാവിധ സജ്ജീകരണം, അതായത് ഓരോ എക്യുപ്മെൻറ്റ്സ് ആയാലും ഉപകരണങ്ങളായാലും അതുപോലെ തന്നെ ബാക്കി ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായാലും എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാം ബ്ലോക്ക് A, ബ്ലോക്ക് B, ബ്ലോക്ക് C, ബ്ലോക്ക് D തന്നെയാണ്. അങ്ങനെ പല 9 നിലകളിലായി ആണ് ഈ കെട്ടിടം ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ വൈകിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതുകൂടിയാണ് ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുക. സേതു, ഓക്കെ. അപ്പം 451 കിടക്കകളാണ് ഈ ആശുപത്രി ലക്ഷ്യമിടുന്നത്. അതിൽ 100 കിടക്കകളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അത്യാധുനിക സ്കാനിങ്, എക്സ്റേ, റേഡിയേഷൻ ഉപകരണങ്ങളൊക്കെ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. 16 ലിഫ്റ്റുകൾ ഈ ആശുപത്രിയിലുണ്ട്. അതേപോലെ തന്നെ അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. 550 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വലിയ ആശുപത്രി സമുച്ചയം തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ RCC ആയിരുന്നു ക്യാൻസർ രോഗികളെ സംബന്ധിച്ച് വലിയ ചികിത്സാ കേന്ദ്രം. അവിടേക്കായിരുന്നു യാത്രകളൊക്കെയും. ഈ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉള്ളവരൊക്കെ അവിടേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസകരമാകും. ഇപ്പം കൊച്ചിയിലും കൂടി ഒരു ആശുപത്രി, അത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ലോകോത്തര നിലവാരത്തിലുള്ള ആശുപത്രി വരുമ്പോഴത്തേനും ഈ ഒരു ട്രാവലിംഗ് ഭയങ്കരമായിട്ടും കുറയ്ക്കാനും പറ്റും. നല്ല കാര്യമല്ലേ? അങ്ങനെ ആശുപത്രിയൊക്കെ വരുന്നത് നല്ല കാര്യം തന്നെയാണ്. സർക്കാരിനും ആരോഗ്യ വകുപ്പിനും ഒക്കെ അഭിമാനിക്കാം. നമുക്ക് ഓരോരുത്തർക്കും സന്തോഷവും അഭിമാനവും ഒക്കെ ഉള്ള ഒരു സമയം തന്നെയാണിത്.